PSC സ്റ്റഡിയിലേക്ക് സ്വാഗതം. നമുക്ക് കുറച്ച് മാത്സ് നോക്കാം. മനു ഒരു സംഖ്യയെ 4 കൊണ്ട് ഹരിക്കുന്നതിന് പകരം 2 കൊണ്ട് ഹരിച്ച് ഹരണഫലം 100 എന്ന് എഴുതി. 4 കൊണ്ട് ഹരിച്ചാൽ ഹരണഫലം എത്രയായിരിക്കും? അപ്പം നമുക്ക് സംഖ്യ ഏതാണെന്ന് അറിയില്ല അല്ലേ. അപ്പം നമുക്ക് വെറുതെ എക്സോ അല്ലെങ്കിൽ എയോ ഏത് ഇനിഷ്യൽ വേണമെങ്കിലും നമുക്ക് എഴുതാം. ഞാൻ ചുമ്മാ ഒരു എക്സ് എടുത്തു. അപ്പോൾ സംഖ്യയെ 4 കൊണ്ട് ഹരിക്കുന്നതിന് പകരം 2 കൊണ്ടാണ് ഹരിച്ചതല്ലേ. ഈ സംഖ്യ 2 കൊണ്ട് ഹരിച്ചപ്പോൾ ഹരണഫലം എത്ര കിട്ടി? 100 എന്ന് കിട്ടിയല്ലേ എന്ന് എഴുതിയെങ്കിൽ 4 കൊണ്ട് ഹരിച്ചാൽ ഹരണഫലം എത്രയായിരിക്കും? അപ്പം നമ്മൾ ആലോചിക്കുക, ഏതോ ഒരു സംഖ്യ 2 കൊണ്ട് ഹരിച്ചപ്പോൾ 100 എന്ന് കിട്ടിയല്ലേ. അപ്പം നമ്മൾ ആലോചിച്ച് നോക്കുക. ഞാൻ ജസ്റ്റ് 200 എന്ന് എടുക്കാം. 200നെ 2 കൊണ്ട് ഹരിച്ചാൽ നമുക്ക് 100 കിട്ടില്ലേ? കിട്ടും അല്ലേ. അപ്പോൾ അതിനെ 4 കൊണ്ട് ഹരിച്ചാൽ എത്രയായിരിക്കും? ഈ 200നെ 4 കൊണ്ട് ഹരിച്ചാൽ എത്രയായിരിക്കും? 50. അപ്പം നമ്മുടെ ആൻസർ എത്രയാണ്? 50. അടുത്ത ക്വസ്റ്റ്യൻ. രാമു വശം 50 ആപ്പിൾ ഉണ്ടായിരുന്നു. അതിന്റെ 20% വിറ്റു. ബാക്കിയുടെ 20% അഴുകിപ്പോയി. അവശേഷിക്കുന്ന ആപ്പിളിന്റെ എണ്ണം എത്ര? അപ്പം നമ്മുടെ ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞിരിക്കുന്നത്? 50 ആപ്പിളല്ലേ ഉണ്ടായിരുന്നത്. അതിൽ 20% വിറ്റു. അപ്പം 50ന്റെ 20% എത്രയെന്ന് നോക്കുക. ഇത് ക്യാൻസൽ ആയാൽ 10. അപ്പം 10 എണ്ണം വിറ്റു അല്ലേ. പിന്നെ എന്താ പറയുന്നത്? ബാക്കിയുടെ അഥവാ 50ൽ നിന്ന് 40 പോയാൽ ബാക്കി എത്ര ഉണ്ടാകും? 10 അല്ലേ. അല്ല സോറി 50 40 പോയാൽ 10 തന്നെയാണ്. പക്ഷെ ബാക്കി അഥവാ 50 നിന്ന് 10 പോയാൽ ബാക്കി 40 ആപ്പിളാണ് എന്താണ് ബാക്കി കയ്യിലുള്ളത്. എത്രയാണ്? 40 എണ്ണം. പിന്നെന്താ പറയുന്നത്? ബാക്കിയുടെ 20% അഴുകിപ്പോയി. അപ്പോൾ ഈ 40ന്റെ 20% അഴുകിപ്പോയി. അപ്പം 40ന്റെ 20% എത്രയാണെന്ന് നോക്കുക. ഇത് ക്യാൻസലായി 8 എണ്ണം അഴുകിപ്പോയി. അപ്പോൾ 10 എണ്ണം വിറ്റു, 8 എണ്ണം അഴുകിപ്പോയി. പിന്നെ എന്താ ചോദിക്കുന്നത്? അവശേഷിക്കുന്ന ആപ്പിളിന്റെ എണ്ണം എത്ര? അഥവാ 50 10 എണ്ണം എന്തായി? അഴുകിപ്പോകുകയും ചെയ്തു. 8 എണ്ണം 10 എണ്ണം വിൽക്കുകയും ചെയ്യും. 8 എണ്ണം അഴുകിയും പോയാൽ 18 എണ്ണം ക്യാൻസലായി അല്ലേ. അപ്പോൾ ഈ 18 നിന്ന് ക്യാൻസൽ ആക്കുക. അപ്പോൾ നമ്മുടെ കൈവശം എത്ര ആപ്പിൾ ഉണ്ടെന്ന് അറിയാം. 32. ബാക്കി എത്ര? 32 എണ്ണമാണ് നമ്മുടെ കയ്യിലുള്ള ആപ്പിളിന്റെ എണ്ണം. അടുത്ത മാത്സ് നോക്ക്. നമുക്ക് അഥവാ മീറ്ററിന്റെ കണക്ക്, അഥവാ ഇത്ര കിലോമീറ്റർ നടന്നു എന്നൊക്കെ പറഞ്ഞിട്ട് അകിൽ നിൽക്കുന്ന ഭാഗത്തു നിന്നും 8 മീറ്റർ പടിഞ്ഞാറോട് നടന്ന ശേഷം 5 മീറ്റർ തെക്കു ഭാഗത്തേക്ക് നടന്നു. അതിനുശേഷം 20 മീറ്റർ ദൂരം കിഴക്കോട്ട് നടന്നു. ഇപ്പോൾ നിൽക്കുന്ന സ്ഥലത്ത് നിന്നും നടക്കാൻ തുടങ്ങിയ സ്ഥലത്തേക്ക് ഏറ്റവും കുറഞ്ഞ ദൂരം എത്രയാണ്? ഇങ്ങനെ ഒരു മാത്സ് നോക്കുമ്പോൾ നമ്മൾ ആദ്യം ദിശ എഴുതണം അല്ലേ. വടക്ക്, തെക്ക്, കിഴക്ക്, പടിഞ്ഞാറ്. എന്നിട്ട് എന്താ പറയണത്? അകിൽ നിൽക്കുന്ന ഭാഗത്ത് നിന്ന് 8 മീറ്റർ പടിഞ്ഞാറോട്ട്. പടിഞ്ഞാറ് ഭാഗമ്പോൾ ഈ ഭാഗത്ത് 8 മീറ്റർ നടന്നു. പിന്നെന്താ പറയുന്നത്? നടന്ന ശേഷം 5 മീറ്റർ തെക്ക് ഭാഗത്ത്. ഇതാണല്ലോ തെക്കല്ലേ, താഴോട്ട്. തെക്ക് ഭാഗത്ത് 5 മീറ്റർ നടന്നു. അതിനുശേഷം 20 മീറ്റർ ദൂരം കിഴക്കോട്ട് ഇങ്ങോട്ടാണല്ലോ കിഴക്കോട്ട്. അവിടെ 20 മീറ്റർ നടന്നു. പിന്നെയോ ഇപ്പോൾ നിൽക്കുന്ന ഭാഗത്ത് നിന്നും ഈ ഭാഗത്ത് നിന്നും നടക്കാൻ തുടങ്ങി ഈ ഭാഗത്ത് വരെയുള്ള ദൂരം എത്ര എന്നാ ചോദിക്കുന്നത്. അപ്പം നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഇങ്ങനെ നോക്കുമ്പോൾ ഏകദേശം ഇവിടെ 8 ഭാഗം 8 ആയിരിക്കും. ഇവിടെ 5 ഇവിടെ 5 ആയിരിക്കുമല്ലോ. അപ്പം നമുക്ക് ഈ ഒരു ഭാഗത്തെ ദൂരം നോക്കിയാൽ മതി. ഇതൊരു ഭാഗത്തെ ദൂരം നോക്കിയാൽ മതി നമുക്ക്. അപ്പം നമുക്ക് ഈ ഭാഗത്തേക്ക് 5 ഇവിടെ നിന്ന് 20 8 പോയി എത്രയാ? ഇവിടെ നിന്ന് 20 ആണല്ലോ, ഇവിടേക്ക് 8 ആണല്ലോ. ഈ 8 കുറയ്ക്കണം. 20 8 കുറച്ചാൽ എത്രയാണ്? 12 അല്ലേ. എത്ര കിട്ടി? 12. അപ്പോൾ നമ്മൾ ഇത് നോക്കാൻ ഒരു ചെറിയൊരു ഇക്വേഷൻ പോലെ ഒന്ന് പഠിക്കണേ. A² + B². ഇത് നമ്മൾ ചെറുതായിട്ട് പഠിച്ചു വെക്കണം. A² + B². അഥവാ നമുക്ക് ബാലൻസ് എത്രയാണ്? 12 എന്ന് കിട്ടിയില്ലേ. 12² + ഇങ്ങോട്ടുള്ള ദൂരം എത്രയാ? 5² ഇത് കാണണം. 12ന്റെ സ്ക്വയർ 144, 5ന്റെ സ്ക്വയർ 25. രണ്ടും കൂടി ആഡ് ചെയ്താൽ എത്രയായി? 169. ഈ 169 ഏതിന്റെ സ്ക്വയർ ആണ്? 13ന്റെ സ്ക്വയർ ആണല്ലോ. 13ന്റെ ആണല്ലോ. അപ്പൊ നമുക്ക് ആൻസർ എത്രയാണ്? 13ന്റെ സ്ക്വയർ ആണല്ലോ 169. നമുക്ക് ആൻസർ 13 എന്നാണ് കിട്ടുക. അപ്പൊ എത്ര കിലോമീറ്റർ ആണ്? എത്ര മീറ്റർ ആണ്? 13 മീറ്റർ ദൂരം. എത്ര മീറ്റർ ദൂരം? 13 മീറ്റർ ദൂരം. ഈ ഒരു മാത്സ് നോക്കിക്കേ, ചില എക്സാമുകളിലൊക്കെ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്.
ബിയേക്കാൾ വലുതാണ് എ എന്നാൽ ഡിയേക്കാൾ ചെറുതാണ് ബി. ഡിയേക്കാൾ വലുതാണ് സി എന്നാൽ ഇയേക്കാൾ ചെറുതാണ് ഡി. എയേക്കാൾ വലുതാണ് സി. ഇവരിൽ ആരാണ് ഏറ്റവും വലുത്? ഇവർ പറയുന്ന പോലെ നമുക്ക് എഴുതാം. എന്താ പറയുന്നത്? ബിയേക്കാൾ വലുതാണ് എ അഥവാ ബി. ബിയേക്കാൾ എ അല്ലേ? ബിയേക്കാൾ വലുതാണ് എ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? വലുതിന് ആരോ മാർക്ക് ഇട്ട് കൊടുക്കണം കേട്ടോ. ബിയേക്കാൾ വലുതാണ് എ എന്നാൽ ഡിയേക്കാൾ ചെറുതാണ് ബി. ഡിയേക്കാൾ ചെറുതാണ് ബി. ഡിയേക്കാൾ ചെറുതാണ് ബി. അപ്പം ബി ചെറുതാണെന്നല്ലേ പറയണം. അപ്പൊ ഡി ആണ് വലുത് അതിൽ പറയുന്നുണ്ട്. ഡിയേക്കാൾ പിന്നെ എന്താണ്? ഡിയേക്കാൾ ചെറുതാണ് ബി. ചെറുതാണ് ബി. പിന്നെയോ ഡിയേക്കാൾ വലുതാണ് സി. ഡിയേക്കാൾ വലുതാണ് സി. അപ്പൊ സി വലുതാണെന്നാ പറയുന്നത്. ഡിയേക്കാളും വലുതാണ് സി എന്നാ പറയണത് അല്ലെ. പിന്നെന്താ പറയണത്? എന്നാൽ ഇയേക്കാൾ ചെറുതാണ്. എന്താണ് പറയണത്? എന്നാൽ ഇയേക്കാൾ ചെറുതാണ് ഡി. ഇയേക്കാൾ ചെറുതാണ് ഡി. അപ്പോൾ ഇ ആണ് വലുതെന്ന് മനസ്സിലായി അല്ലേ. പിന്നെന്താ പറയണത്? ചെറുതാണ് ഡി. എയേക്കാൾ വലുതാണ് സി. എയേക്കാൾ വലുതാണ് സി. അപ്പം ഇതിന് എനേക്കാളും വലുതാണ് സി അല്ലേ. എയേക്കാളും വലുതാണ് സി. ഇവരിൽ ആരാണ് ഏറ്റവും വലുത്? അപ്പം നമുക്ക് ഇങ്ങനെ കാണുമ്പോൾ 2 ആരോ മാർക്ക് ഒന്നിൽ വന്നിട്ടുണ്ടെങ്കിൽ അതായിരിക്കും ഏറ്റവും വലുത്. ഇതിൽ ഏതാണ് 2 ആരോ മാർക്ക് വന്നിരിക്കുന്നത്? ഇതല്ലേ, സിയിലല്ലേ 2 ആരോ മാർക്ക് ഒന്നായിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ വലുത് ചോദിച്ചാൽ സി. ചെറുത് നമുക്ക് കാണാമല്ലോ ഇതിൽ തന്നെ. ആരോ മാർക്കേ ഇല്ലാത്തത് ബി അല്ലേ. അപ്പൊ ചെറുത് ഏതാ? ബി. ചെറുത് ബി. വലുത് സിയും ചെറുത് ബിയും. താങ്ക് യു ഗായ്സ്.